എങ്ങനെ പ്രതികരിക്കുന്നതിനോട് എന്ന് വെച്ചാൽ 14 പ്രതികൾക്കും വധശിക്ഷ കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ ഉണ്ടായത്. അപ്പോൾ വധശിക്ഷ കോടതി വെച്ചില്ല. അതുകൊണ്ട് ജീവബന്ധനം വന്ന് ഇരട്ട ജീവബന്ധനം കിട്ടിയെങ്കിൽ പിന്നെയും നമുക്കൊരു ഗുണമുണ്ടായിരുന്നു. ഇത് ജീവബന്ധനം വെച്ചാൽ ഈ പ്രതികളൊക്കെ കുറ്റം ചെയ്തതാണ്. ഇവരൊക്കെ വധശിക്ഷ തന്നെ കൊടുക്കാമെന്നാണ് ഞാൻ കോടതിയോട് ബഹുമാനപ്പെട്ട കോടതിയോട് ആവർത്തിച്ചുകൊണ്ടായത്. അത് കിട്ടിയില്ല. ഈ ജീവബന്ധനം വെച്ചാൽ ചെറിയ ശിക്ഷയായിപ്പോയി. ഇരട്ട ജീവബന്ധനം അത് വെച്ചാൽ കുറച്ച് കൂടിയതാണ്. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയോട് പരമാവധി ശിക്ഷ എന്ന് വെച്ചാൽ വധശിക്ഷയാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. വധശിക്ഷ കിട്ടിയില്ല. പക്ഷേ ഈ വിധിക്ക് നമ്മൾ സന്തോഷമാണ്. പക്ഷേ ഇതിൽ MLA-മാർക്കെല്ലാം കിട്ടിയത് ചെറിയ ശിക്ഷയാണ്. 5 വർഷമാണ്. അവർക്കും കൂടി കിട്ടുന്നതാണ് ജീവബന്ധനം കിട്ടുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷേ അത് കിട്ടിയില്ല. അപ്പീൽ പോകുന്നുണ്ടോ ചോദിച്ചാൽ ശിക്ഷ കുറഞ്ഞതിനെ കൊണ്ട് MLA-മാർക്കെല്ലാം കുറഞ്ഞതിനെ കൊണ്ട് ഞങ്ങൾ പാർട്ടിയെ ആലോചിച്ച് പ്രോസിക്യൂട്ടറെ ആലോചിച്ച് ഏത് അറ്റം വരെ നമ്മൾ പോകും. ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ബാക്കി 4 പേർക്ക് കുറഞ്ഞ ശിക്ഷയാണെന്നാണ് കരുതുന്നത്. അതെ അതെ, കുറഞ്ഞ ശിക്ഷയാണ്. അവർക്കും കൂടി ജീവബന്ധനം കിട്ടണമെന്നാണ് നമ്മളെ ആഗ്രഹം ഉണ്ടായത്. പരീക്ഷയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പരീക്ഷ കിട്ടിയില്ല. എന്നാലും ഇതിയോട് നമുക്ക് സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയെ ബഹുമാനിക്കുന്നു. എല്ലാം ചെയ്യുന്നു. തൃപ്തരല്ല എന്ന് പറയാനുള്ള വിധിയല്ല. പക്ഷേ വധശിക്ഷയാണ് നമ്മളെ കുടുംബം ആഗ്രഹിച്ചത്. വധശിക്ഷ കൊടുത്തില്ല. അതുകൊണ്ട് അപ്പോൾ ബാക്കി 5 പേർ MLA തൊട്ട് അവർക്ക് കൊടുത്ത 5 വർഷമാണ്. പക്ഷെ അവരെയും കൂടി ഇതേ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പാർട്ടിയെ ആലോചിച്ച് പ്രോസിക്യൂട്ടറെ ആലോചിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഏത് അറ്റം വരെയും പോകാനാണ് നമ്മളെ ആലോചന. പൂർണ്ണ തൃപ്തരല്ല. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ച പരമാവധി ശിക്ഷ കിട്ടിയിട്ടില്ല. വധശിക്ഷ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അവർക്ക് ആ തരത്തിലുള്ള കുറ്റമാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 വർഷം അവർ കഴിഞ്ഞല്ലോ. 6 വർഷം കഴിഞ്ഞ് ഒരു 6 വർഷം കഴിഞ്ഞാൽ അവർ തിരിച്ച് നാട്ടിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ വീണ്ടും അവർ ഇത് ആവർത്തിക്കും. അപ്പോൾ അത് നമ്മുടെ പ്രസ്ഥാനത്തോടും പ്രോസിക്യൂട്ടറൊക്കെ ആലോചിച്ച് തീരുമാനമെടുക്കും. എന്തായാലും ഇതിൽ തൃപ്തരല്ല. ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമായിരുന്നെങ്കിൽ പിന്നെ ഇരട്ട ജീവപര്യന്തമാണ്. ഓക്കെ, ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത്. അതിന് അത്ര തക്കതായ 10 പേർക്ക് ഇരട്ട ജീവപര്യന്തം, 5 വർഷം MLA ഉൾപ്പെടെ ഞങ്ങൾ തൃപ്തരല്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടന്മാർ നഷ്ടപ്പെട്ടു. അപ്പോൾ 8 വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കുകയാണ് ഇപ്പോഴും. അതെ അതെ, നഷ്ടപ്പെട്ടവർക്കേ അതിൻ്റെ വേദന മനസ്സിലാവൂ. അപ്പോൾ ഈ ഒരു ശിക്ഷയോടെ ഞങ്ങൾ വിചാരിച്ചത് ഇനി ആർക്കും ഈ ഒരു അവസ്ഥ വരരുതെന്നാണ്. പക്ഷേ ഇരട്ട ജീവപര്യന്തം ഞങ്ങൾ തൃപ്തരല്ല. ഞങ്ങളുടെ പാർട്ടിയോടും പ്രോസിക്യൂട്ടറോടും ആലോചിച്ച് മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും.